ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 11 ശ്ലോകം 6. പ്രസാദ്യ ഗീർഭിഃ സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാദാവദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേദമിത്യാത്ത കൃപം നൃഗാദീഃ. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സനകാദികളായ ആ 4 മുനിശ്രേഷ്ഠന്മാരുടെ നമസ്കരിച്ചു മനോഹരമായി സ്തുതിക്കുന്ന ഗീതങ്ങൾ കേട്ട് പ്രസന്നനായ ഭഗവാൻ അവരെ മധുരവാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ചു. തൻ്റെ പ്രേരണ മൂലമാണ് നിങ്ങൾക്ക് കോപമുണ്ടായതെന്നും അവരെ അറിയിച്ചു. അപ്പോൾ ദ്വാരപാലകരെ ശപിച്ചതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്, അതിനെന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും സനകാദികൾ ഭഗവാനോട് ഉണർത്തിച്ചു. ഇത് കേട്ടയുടനെ ഭഗവാൻ തൻ്റെ ഭൃത്യന്മാർ ഈ ശിക്ഷ അർഹിക്കുന്നുവെന്നും അതിൽ പശ്ചാത്താപം വേണ്ട എന്നും കുമാരന്മാരോട് പറഞ്ഞു. മാത്രമല്ല തൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റ് തൻ്റെ തെറ്റ് തന്നെയാണെന്നും സനകാദികളോട് പറഞ്ഞു. അത് പൊറുക്കണമെന്നും അവരോട് പറഞ്ഞു. ഇത്ര വിസ്തരിച്ച് നാരായണീയത്തിലില്ല, ഭാഗവതത്തിൽ നല്ലവണ്ണം വിസ്തരിച്ചിട്ടുണ്ട്. അനന്തരം സനകാദികളെ സന്തോഷിപ്പിച്ചും അനുഗ്രഹിച്ചും കൊണ്ട് അവരെ യാത്രയയച്ചു. എന്നിട്ട് ആപത്തിലകപ്പെട്ട അനന്യശരണന്മാരായ ജയവിജയന്മാരോട് കൃപാപുരസ്സരം നിങ്ങൾ രണ്ടുപേരും ശത്രുഭാവത്തോടെ എന്നെ നിരന്തരമായി ധ്യാനിച്ച് 3 ജന്മം കൊണ്ട് എൻ്റെ അടുക്കൽ വന്നുകൊള്ളുവിൻ എന്നരുളി ചെയ്തു. പണ്ടൊരിക്കൽ ലക്ഷ്മീദേവി പുറത്തുപോയി വരുമ്പോൾ നിങ്ങൾ ദേവിയെയും തടഞ്ഞില്ലേ? അന്ന് തരേണ്ട ശിക്ഷ ഇപ്പോഴായെന്ന് മാത്രം. ഇങ്ങനെ സനകാദികളാൽ ശപിക്കപ്പെട്ട ജയവിജയന്മാരാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആദ്യം ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരും പിന്നീട് രാവണ കുംഭകർണന്മാരും ഒടുവിൽ ശിശുപാല ദന്തവക്ത്രന്മാരുമായി ജനിച്ചത്. ഇവരെയെല്ലാം വധിച്ചത് ഭഗവാൻ തന്നെയാണ്. ഹിരണ്യാക്ഷനെ യജ്ഞവരാഹമൂർത്തിയും ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയും രാവണ കുംഭകർണന്മാരെ ശ്രീരാമദേവനും ശിശുപാല ദന്തവക്ത്രന്മാരെ ശ്രീകൃഷ്ണ ഭഗവാനുമാണ് വധിച്ചത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.